അസ്സലാമു അലൈക്കും. ജെസ്സി പറഞ്ഞത് കേട്ട് നെട്ടിൽ മാറുമ്പോഴേക്കും ഹാളിൽ നിന്നും ഖാലിദ് മുത്താപ്പയുടെ ഷാനി എന്ന് വിളി വന്നിരുന്നു. വിളി കേട്ടപ്പോൾ തന്നെ ഷാനി മടിച്ചിട്ടാണ് ഹാളിലേക്ക് നടന്നത്. അവൾക്ക് പിറകിലായി ജെസ്സിയും ഷെമയും നടന്നു. ഹാളിൽ ചെല്ലുമ്പോൾ കണ്ടു സോഫയിലായിരിക്കുന്ന ഖാലിദ് മുത്താപ്പയും ജാഫർ മുത്താപ്പയും. അവർക്ക് കുറച്ച് നോട്ടം ആദ്യം ചെന്നത് മൂത്തമ്മയുടെ അടുത്തായി നിൽക്കുന്ന ഉമ്മയിലായിരുന്നു. ഷാനി നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഉമ്മ മുഖം കുനിച്ചു. ഇങ്ങോട്ട് വാ ഷാനി മോളെ. ഖാലിദ് മുത്താപ്പ ഷാനിയെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൾ കുറച്ചുകൂടി മുന്നിലോട്ടായി നിന്നു. എന്താ മോളെ ഈ കേൾക്കണതൊക്കെ? ഞങ്ങൾ അതിൻ്റെ ഭാഗത്തു നിന്ന് ഇതൊന്നും ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. നല്ല കുട്ടിയല്ലേ ജെ, പിന്നെന്താ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമാണോ കുട്ടി ഇതൊക്കെ? ഖാലിദ് ഷാനിയെ ഉപദേശിക്കും വിധം പറഞ്ഞു. ഷാനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം കൂടി വരികയായിരുന്നു. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു പിടിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്താപ്പ. അവരെന്നെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടാ. എനിക്ക് പറ്റണ്ടേ? അതാ ഞാൻ എണ്ണിപ്പറക്കി ഓരോന്ന് പറയുമ്പോഴും അവളുടെ സ്വരം ഇടർന്നുണ്ടായിരുന്നു. എന്ത് കഷ്ടപ്പാട് കുട്ടിയെ? എനിക്ക് മാത്രമേ ഈ ദുനിയാവിൽ കഷ്ടപ്പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സുഖം കെട്ടിച്ചോടത്തും കിട്ടണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നോളണില്ല. കുറച്ചൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കാനേ പെൺകുട്ടികൾ പഠിച്ചണം. നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര പെൺകുട്ടികളുണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത്? ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞ് വന്നിട്ടുണ്ടോ വീട്ടിലേക്ക്? വളരെ ഗൗരവത്തോടെ അദ്ദേഹം അവളോട് പറഞ്ഞു നിർത്തി. ഷാനി മുഖം താഴ്ത്തി നിന്നുകൊണ്ട് എല്ലാം കേട്ടതേയുള്ളൂ. മൂത്താപ്പാർക്ക് നേരെ എതിർത്ത് ഒരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയും വലിയൊരു സ്ഥാനം അവർക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് തൻ്റെ അവസ്ഥയൊന്നും അവരോട് പറയാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. എങ്ങനെ പറയണമെന്നതും അവൾക്ക് അറിയില്ലായിരുന്നു. അവരുടെയൊക്കെ കണ്ണിൽ എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന സാധാ പ്രശ്നങ്ങളാണിതൊക്കെ. മോളെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുമ്പോൾ അത് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ വേണം. എല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ച് പോരാൻ പറ്റും. പിന്നീട് അത് തിരിച്ചു പിടിച്ചെടുക്കാനങ്ങ് പ്രയാസം വരിക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതം. ഇപ്പോൾ എല്ലാം ഒഴിവാക്കി പോന്നാലും നഷ്ടം എനിക്ക് തന്നെയല്ലേ. അവനിക്ക് വേറെ പെണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പെൺകുട്ടിയാക്കാണ് അതുകൊണ്ട് നഷ്ടമുള്ളൂ. ജാഫർ ഒരു മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന ഉദ്ദേശത്തോടെ അവളോട് പറഞ്ഞു. അപ്പോഴും ഷാനി അതൊക്കെ കേട്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ. പക്ഷെ അവളുടെ കണ്ണുകൾ ചരിച്ചു. ഉള്ളിലെ സങ്കടം എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ മുഖം ഉയർത്തിയതേയില്ല. ഉമ്മ തലതാഴ്ത്തി മിണ്ടാതെ നിൽക്കുന്ന തൻ്റെ മകളെ കാണുമ്പോൾ ഉള്ളിൽ നീറുന്നുണ്ടെങ്കിലും അവളുടെ നല്ല ഭാവിയെക്കുറിച്ച് അവരിത് തൽക്കാലം കണ്ടില്ലെന്ന് വെച്ചു. ഷെയ്മാക്കും അവളുടെ അവസ്ഥയിൽ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. നമ്മുടെ കേക്കേരിയിലെ ആമിനത്താത്താടെ മോളെ കെട്ടിച്ചൊരു കൊല്ലമാകുമ്പോഴേക്കും അവരേത് സമയം പണിയെടുപ്പിക്കലാണ്. വാപ്പാനും ഉമ്മാനും നോക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കാൻ കൂട്ടാക്കാതെ ഇങ്ങോട്ട് പോന്നു. ചെക്കൻ വന്ന് വിളിച്ചിട്ട് ആ പെണ്ണ് പോയില്ല. ഓനോട് അവൾക്കൊപ്പം ഇവിടെ നിൽക്കണം എന്നോട് പറഞ്ഞു. ചെക്കൻ കൂട്ടാക്കിയില്ല. എന്നിട്ടോ ചെക്കന് ഇവളെ വേണ്ടാന്ന് വെച്ച് വേറെ പെണ്ണും കെട്ടി ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് പോന്നിട്ടിപ്പോൾ എന്തായി? അവന് വേറെ കെട്ടി കുട്ടികളായി സുഖമായി ജീവിക്കണം. ഈ പെൺകുട്ടിക്ക് വേറെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. കെട്ടിച്ചു വിടാൻ നോക്കിയിട്ടും വേറെ ഒന്ന് ശരിയായി കിട്ടണ്ടേ? അല്ലെങ്കിൽ ആണുങ്ങൾക്ക് രണ്ടാം കെട്ടാണെങ്കിലും എളുപ്പത്തിൽ പെണ്ണ് കിട്ടണം പോലെ പെൺകുട്ടികൾക്ക് വേറെ കാര്യം എളുപ്പത്തിലൊന്നും ശരിയാവില്ലല്ലോ. മൂത്തമ്മ ഫാത്തിമയും അവർക്ക് പറയാനുള്ളത് ചൊടിയോടെ തന്നെ പറഞ്ഞു നിർത്തി. ഞാൻ കുറേയൊക്കെ സഹിച്ചതാ. എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഒരു പറയാതെ വിറ്റപ്പോൾ സങ്കടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാവരും കൂടി തന്നെ കുറ്റക്കാരിയാക്കി എന്ന് കണ്ടപ്പോൾ വേദന താങ്ങാനാവാതെ കരഞ്ഞടഞ്ഞ ശബ്ദത്തിൽ മൂക്ക് വലിച്ചു കൊണ്ടവൾ പറഞ്ഞു നിർത്തി. സ്വർണ്ണമൊക്കെ ഭർത്തി വീട്ടുകാർ എടുക്കുന്നത് സ്വാഭാവികമല്ല മോളെ. ഇപ്പം ഞങ്ങൾ സ്വർണ്ണമൊക്കെ മൂത്താപ്പാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ എടുത്തിരിക്കുന്നത്. അതേപോലെ ഫെമിനാടെയും ഖാലിദ് മൂത്താപ്പാൻ്റെ മോള് ജാസ്മിൻ്റെ ഒക്കെ സ്വർണ്ണങ്ങൾ എടുത്തിട്ടല്ലേ അവർക്ക് വീട് പണി നടത്തിയത്. സ്വർണം അവരെടുത്തെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കണമെങ്കിലേ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ നോക്കിയിരുന്നാൽ എല്ലാവരും വീട്ടിൽ നിൽക്കുകയുള്ളൂ. അസീന മുത്തമ്മ അവരുടെ അഭിപ്രായം പറഞ്ഞു. അവർ പറയാതെ എടുത്തതിൻ്റെ കാരണം പറഞ്ഞല്ലോ. ഒരു നിലക്ക് ചിന്തിക്കുമ്പോഴോ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതെ, ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കാൻ നിന്നാലേ മോളുടെ ജീവിതമാവും പോകുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ സമുദ്രൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല.
സ്വർണത്തിൻ്റെ കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്ന് ഓർക്കറിയാം. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് അവർ പറഞ്ഞത്. നല്ല ആൾക്കാരെ അവർ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയോ? ആ, അത് ജമീലാത്ത പറഞ്ഞല്ലോ, അവർ നല്ല മനുഷ്യരാണെന്ന്. സ്നേഹമുള്ളൊരു കുടുംബം. പിന്നെ എല്ലായിടത്തും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലതൊക്കെ കണ്ടില്ല എന്ന് വെച്ചാൽ മതി. നമ്മുടെ ഫെമിനാക്ക് അമ്മായിമ്മയെ കൊണ്ടുള്ള ശല്യം എന്തായിരുന്നു? ഓൾക്കൊരു സൗകര്യം കൊടുക്കില്ലായിരുന്നു. ആരൊക്കെ ഓൾക്കും വലിയ ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ ഓൾ അതൊക്കെ കണ്ടില്ല എന്ന് വെച്ചു. പറയണത് പറഞ്ഞോട്ടെന്ന് കരുതി. ഇപ്പോൾ അൽഹംദുലില്ലാ എന്ത് സുഖത്തിലോ ഓൾ ജീവിക്കണേ. ഉമ്മാക്ക് വയസ്സായി വെയ്യാണ്ടൊക്കെ ആയപ്പോൾ ഓളോട് വലിയ സ്നേഹമാണ്. ഒരുവിധം എല്ലാവരെയും കാര്യം അങ്ങനെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അതെ താത്ത, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അന്നെ വിളിക്കാനേ നാളെ സമ്മതം വരും. ഇതിന് വേറെ മുടക്കൊന്നും പറയാൻ നിൽക്കാണ്ട് ഓൻ്റെ ഒപ്പം പോകണം. ഖാലിദ് മൂത്താപ്പ അവസാനമായി പറഞ്ഞ നെട്ടലിൽ അവൾ അദ്ദേഹത്തെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു. ഒരക്ഷരം മിണ്ടാനാവാതെ നാവിന് വിലങ്ങിട്ട പോലെ അവൾ നെട്ടി തരിച്ചു നിന്നുപോയി. അങ്ങോട്ടൊരു തിരിച്ചുപോക്ക് അതവൾക്ക് ചിന്തിക്കാനാവുന്നില്ലായിരുന്നു. ഇനിയും അങ്ങോട്ട് ചെന്നാൽ അവരുടെ ഉപദ്രവം കൂടുമെന്നവൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് വരെ മൂത്താപ്പാരെ എതിർത്ത് ഒരക്ഷരം പറയാത്തവൾക്ക് ഇതിനും ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. അവൾ ഒരു രക്ഷക്കെന്ന പോലെ ഉമ്മയെ നോക്കി. പക്ഷേ അവരുടെ മുഖത്തെല്ലാം കലങ്ങി തെളിഞ്ഞതിൻ്റെ സന്തോഷമാണ്. അത് കണ്ടപ്പോൾ ഇനിയൊരു രക്ഷയുമില്ലെന്ന് അവൾക്ക് ബോധ്യമായി. എന്താ ആജറ, എനിക്കിനി എന്തെങ്കിലും പറയാണ്ടോ? ഏയ് ഇല്ല, ഞാനെന്താ പറയാനാ? നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഓള് പോയിക്കോളും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്. എന്തായാലും ഓല് വരാമെന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴാണ് സമാധാനമായത്. ആ, ഇനിയിപ്പോൾ ഷംസ് വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കെ. ഓൻ ഇന്നലെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ബേജാറായി. നമ്മുടെ കുട്ടികളെ കാര്യമല്ലേ. ഇന്നിപ്പോൾ അവിടെ പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കിയപ്പോഴാണ് സമാധാനമായത്. ഇനി ഞങ്ങൾ നിൽക്കണില്ല, നേരെ ഒരുപാടായി, ഇറങ്ങട്ടെ. ഖാലിദ് എല്ലാം കലങ്ങി തെളിഞ്ഞ സമാധാനത്തോടെ പറഞ്ഞുകൊണ്ട് പോകാനായി എഴുന്നേറ്റ്. ഷാഫി എങ്ങോട്ടാ പോയി? ഖാലിദിനൊപ്പം എണീറ്റുകൊണ്ട് ജാഫർ മൂത്താപ്പ ചോദിച്ചു. ഓനെൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയേക്കാം, ഒരു ബുക്ക് വാങ്ങിക്കാനെന്നാണ് പറഞ്ഞത്. ഇനി ചോറ് കഴിച്ചിട്ട് പോകാം എല്ലാവർക്കും. വേണ്ട, അവിടെ ഉണ്ടാക്കിയതൊക്കെ ബാക്കിയാവും. ഞങ്ങൾ പോട്ടെ. മോളെ, പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ. ഇനി നല്ല പോലെയൊക്കെ നിന്നാൽ മതി. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എൻ്റെ കുട്ടി. നമ്മുടെ കുടുംബത്തിനെ അത് നാണക്കേടാ. മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഖാലിദ് മുത്താപ്പ ആദ്യം ഹാജറയോടും അവസാനം പുറകിലായി നിന്നിടത്തു നിന്നും അനങ്ങാതെ നിൽക്കുന്ന ഷാനിയോടുമാണ് പറഞ്ഞത്. ഷാനി അവരെ നോക്കി തലയാട്ടുക മാത്രം ചെയ്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. ജെസ്സി, ഈ വരുന്നില്ലേ? അമ്മ, ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. ഹസീനെ വിളിച്ചപ്പോൾ ജെസ്സി അതും പറഞ്ഞ് ഷാനിയുടെ റൂമിലേക്കോടി. കൂടെ ഷെയ്മയും പോയി. റൂമിലേക്ക് ചെന്നതും കണ്ടു മുഖം പൊത്തി പൊട്ടിക്കരിയുന്നവളെ. ജെസ്സിക്കും ഷെയ്മാക്കും അത് കണ്ടപ്പോൾ വളരെ വിഷമമായി. ഷാനി, ശരിക്കും എനിക്ക് അവിടെ പറയാൻ പറ്റാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടേടി? ഷാനിയുടെ സങ്കടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയത് കൊണ്ട് ഒരു സംശയത്തോടെ ജെസ്സി അവൾക്കടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഷാനി അവളെ മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടി, ഞാൻ ഉപ്പാനോട് സംസാരിക്കാം. എനിക്ക് പോവാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. വീണ്ടും അവൾ ഷാനിയെ നോക്കി പറഞ്ഞപ്പോൾ ആ വേദനയിലും അവളിൽ നിന്നും ഇല്ലെന്ന മറുപടി തന്നെ വന്നുള്ളൂ. കാരണം അവൾക്കറിയാം എന്ത് പറഞ്ഞാലും അതൊന്നും ഇവരാരും മനസ്സിലാക്കി എടുക്കില്ലെന്ന്. അല്ലെങ്കിൽ തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അവിടെ പോയി ക്ഷമയും പറഞ്ഞു വരില്ലല്ലോ. പുറത്തു നിന്നും ഉമ്മയുടെ വിളി കേട്ടപ്പോൾ ജെസ്സി ഷാനിയോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഷാനി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തുന്നത്. ജെസ്സി സംശയത്തോടെ അവളെ നോക്കി. നന്നായി പഠിക്കണം കേട്ടോ, സ്വന്തമായി ഒരു ജോലി വാങ്ങിക്കണം. അതുവരെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് ആര് വന്നാലും സമ്മതിച്ചു കൊടുക്കരുത്. നമ്മുടെ ജീവിതമാണ്, തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും നിന്ന് കൊടുക്കരുത്. വേണ്ട എന്ന് പറയുന്നിടത്ത് അത് പറയാൻ കഴിയണം. ഇഷ്ടമില്ലാത്തത് ചെയ്യാനും പറയാനും ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ എതിർക്കാനുള്ള കഴിവ് വേണം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ത്യാഗികളായും സൽസ്വഭാവികളായും ജീവിക്കുന്നവരെ ചൂഷണം ചെയ്യാനേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളുണ്ടാവും. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിലുണ്ടാവണം. ഷെയ്മാനോട് കൂടിയാണ് പറയുന്നത്. കരഞ്ഞു വീർത്ത മുഖത്തോടെയും തളർന്ന ശബ്ദത്തോടെയുമാണ് ഷാനി രണ്ടാളോടുമായി അത് പറഞ്ഞതെങ്കിലും അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഒരു പക്ഷേ തൻ്റെ ജീവിതം പഠിപ്പിച്ച അനുഭവങ്ങളുടെ ഫലമായതുകൊണ്ടാവാം.
ജെസ്സിയും ഷേമയും വല്ലാത്തൊരു പകപ്പോടെയാണ് ഷാനിയെ നോക്കിയത്. കാരണം ഇതുവരെ ഇതേപോലെയുള്ള സംസാരമൊന്നും അവളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. വീണ്ടും അവളെന്തോ പറയാനേ വന്നതും ഉമ്മയുടെ സൈകെട്ടുള്ള വിളി വന്നതോടെ ജെസ്സി ഷാനിയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഷാനി ഒരു തളർച്ചയോടെ ബെഡിലേക്കായി കിടന്നപ്പോൾ ഷേമ അവൾക്കരികിലായി മിണ്ടാതെ ഇരുന്നു. എല്ലാവരും പോയതും അകത്തേക്ക് കയറാൻ നിന്ന ഉമ്മ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോഴാണ് ഷാഫിയാണെന്ന് മനസ്സിലായത്. അല്ല ഷാഫി, ഈ എത്ര സമയം എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുത്തിട്ടില്ലല്ലോ. ബൈക്കിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറുന്ന ഷാഫിയെ നോക്കി ഉമ്മ പറഞ്ഞു. ഞാനേ അജുവിൻ്റെ കൂടെ അവനെന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പുറത്ത് പോയതാ. വണ്ടിയിലായിരുന്ന ഫോൺ എടുക്കാതെ. എന്തേ, വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഷാഫി ഉമ്മാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. മൂത്താപ്പാരും മൂത്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരിപ്പോൾ പോയിട്ടേ ഉള്ളൂ. അതിനെന്ത് നിങ്ങൾ ഇന്നെ വിളിച്ചേ? ഒരു വെറുതെ വന്നതല്ലേ? അല്ല. ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഷാഫി സംശയത്തോടെ അവരെ നോക്കി. ഉമ്മ അവർ വന്നതിൻ്റെ കാരണവും സമതിൻ്റെ വീട്ടിൽ പോയി ഒത്തുതീർപ്പാക്കിയതും എല്ലാം അവനോട് പറഞ്ഞു. അല്ല, എന്നിട്ട് താത്ത എന്താ പറഞ്ഞേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചോദ്യമായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഓളൊന്നും പറഞ്ഞിട്ടില്ല, റൂമിലാ. പോയപ്പോൾ ഞാൻ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഈ വന്നത്. ഞാൻ ഓളോടൊന്ന് സംസാരിക്കട്ടെ. ഉമ്മ അതും പറഞ്ഞ് ഷാനിയുടെ അടുത്തേക്ക് നടന്നു. ഷാഫിയും അവർക്കൊപ്പം ചെന്നു. റൂമിൽ ബെഡിലായി കിടക്കുന്ന ഷാനിയെയും അവൾക്കരികിലായി ഇരിക്കുന്ന ഷെയ്മാനെയും കണ്ടു. ഷാനി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ ശരീരത്തിൻ്റെ അനക്കത്തിൽ നിന്നും അവൾ കരയുകയാണെന്ന് അവർക്ക് മനസ്സിലായി. മോളെ ഷാനി, ഉമ്മാൻ്റെ കുട്ടീന്ന് എണീറ്റേ, ഉമ്മ പറയട്ടെ. ഉമ്മ ഷാനിയെ തട്ടി വിളിച്ചപ്പോൾ അവൾ എണീറ്റുകൊണ്ട് അവർക്ക് നേരെയായിരുന്നു. അവളുടെ കരഞ്ഞു ചുവന്ന മുഖം കണ്ട് അവരുടെ ഹൃദയം തകർന്നു പോയി. എന്താ മോളെ ഇത്? ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരൂലേ? എല്ലാം പറഞ്ഞ് ശരിയാക്കിയില്ലേ മോളെ? പിന്നെ ഇനി എന്തിനാ മോളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണത്? ഉമ്മ അവളെ നോക്കി അലിവോടെ പറഞ്ഞു. ആരോടും വിവരമൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ നിങ്ങളെല്ലാവരും മൂത്താപ്പാരെ അറിയിച്ച് എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കാല് പിടിക്കാൻ പറഞ്ഞയച്ചില്ലേ ഉമ്മ? ഇപ്പോൾ തെറ്റ് ചെയ്തത് മൊത്തം ഞാനായി. ഓരൊക്കെ നല്ലവരുമായി. മുഖമൊക്കെ തുടച്ചുകൊണ്ട് ഉമ്മയെ നോക്കി അവൾ പരിഭവത്തോടെ പറഞ്ഞു. വന്നിട്ട് ഇത്ര ദിവസമായിട്ടും സമ്മതം വിളിക്കുക വരികയൊന്നും ചെയ്തില്ലല്ലോ മോളെ. അതിൻ്റെ ആദ്യം കൊണ്ട് ഞാൻ ഉപ്പാനോട് എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞതാ മൂത്താപ്പയോട് വിവരം പറയാമെന്ന്. അവരങ്ങോട്ട് പോകുന്ന വിവരം മുന്നേ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുമാത്രമല്ല അവരെ മറുപടി എന്താണെന്നും അറിയില്ലല്ലോ. അതറിഞ്ഞിട്ട് എന്നോട് കാര്യം പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. അതുകൊണ്ടിപ്പോൾ നന്നായില്ലേ മോളെ? എല്ലാം പറഞ്ഞ് ശരിയായില്ലേ? അല്ലെങ്കിൽ ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവർ വേറെ വല്ല വഴി നോക്കിയാൽ എൻ്റെ മോളുടെ ഭാവി തന്നെയല്ലേ പോവുക. ഞങ്ങൾക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ സമാധാനം കിട്ടോ? ഉപ്പയും ഉമ്മയും എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഒക്കെ ചെയ്യണത്. നല്ല ഭാവി, എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെന്നെ വീണ്ടും ആ നരകത്തിലേക്കല്ലേ ഉമ്മ തള്ളിവിടുന്നത്? ഉമ്മ പറയുന്ന ന്യായങ്ങളൊന്നും ഷാനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. ഇത്രയൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞിട്ടും ഇവർക്കിതൊന്നും കാര്യമായി തോന്നാത്തത് എന്താണെന്ന് ഓർക്കുമ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ ഷാനി. ഇതിലും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിക്കണ പെൺകുട്ടികളില്ലേ? ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും മോളെ. പ്രശ്നമാണെന്ന് പറഞ്ഞ് പെട്ടെന്നെല്ലാം തീർത്തു പോന്നാലേ പിന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. മൂത്തമ്മമാരൊക്കെ ഓരോരുത്തരുടെ കാര്യമൊക്കെ പറയുന്നത് ഇത് ഈയും കേട്ടല്ലേ? എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഓരൊക്കെ എന്നോട് സംസാരിച്ചത്? എൻ്റെ മോള് ഞങ്ങൾ പറയുന്നതനുസരിക്ക്. നാളെ സമ്മതം വന്നാലേ കൂടെ പോകണം. എതിർപ്പൊന്നും കാട്ടരുത്. എന്താ ഉമ്മ? താത്താക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെന്തിനാ ഉമ്മ ഇങ്ങനെ പോവാൻ നിർബന്ധിക്കുന്നത്? ഉമ്മ വീണ്ടും വീണ്ടും അവളെ നിർബന്ധിക്കുന്നത് കേട്ടതും ഷാഫി ദേഷ്യത്തോടെ ഉമ്മയോട് ചോദിച്ചു. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവളോട് പോകണ്ടെന്ന് ഇവിടെ നിന്നോന്ന് പറയണോ? എത്ര കാലം ഇവൾ ഇവിടെ നിൽക്കും? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവളെ കൂടി കെട്ടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പെൺകുട്ടി ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരണ്ടേ? കല്യാണം കഴിപ്പിച്ച് വിട്ട ഒരു കുട്ടി വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞാലേ ഈ ഷെയ്മാക്ക് നല്ലൊരു കാര്യം വരുമോ? എനിക്കൊരു പെണ്ണ് കിട്ടോ? അപ്പോൾ ഈ പറഞ്ഞതൊക്കെ പറയുമോ? ഇവളെ പേരും പറഞ്ഞ് എൻ്റെ കല്യാണക്കാരൊക്കെ മുടങ്ങിയാൽ എനിക്ക് തന്നെ ഇവളോടാവും ദേഷ്യം തോന്നുക. അതിനൊക്കെ ഇടവരുത്തണേടാ. ഞങ്ങളെ കാലം കഴിയുന്നത് വരെ ഇവൾക്കിവിടെ സമാധാനത്തിൽ നിൽക്കാം. അത് കഴിഞ്ഞാലോ എൻ്റെ ഭാര്യയായി വരുന്ന പെണ്ണ് ഏത് കാലം ഇവളെ ഇവിടെ നിർത്താൻ സമ്മതിക്കോ?
എടുത്തടിച്ച പോലെ ഓരോന്ന് തീരുമാനിക്കും മുമ്പേ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കണം ഷാഫി. നിങ്ങൾക്കൊക്കെ ജീവിതം എന്താണെന്ന് അറിയില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല, അറിയാനാവുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറേ കണ്ടതും അറിഞ്ഞതും കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാനുമ്മ ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോണ്ടുമ്മ. ഉമ്മ പറയുന്നതൊക്കെ കാര്യമാണെങ്കിലും ഷാനിക്ക് തിരിച്ചങ്ങോട്ട് പോകുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. അവൾ എങ്ങനെയെങ്കിലും ഒരു രക്ഷയ്ക്ക് വേണ്ടി ദയനീയമായി അവരോട് ചോദിച്ചു, എൻ്റെ മോളെ, എത്ര നാളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കും? ഒരു ആൺതുണയില്ലാതെ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത് ഇന്നത്തെ കാലത്ത്. അമ്മ, താത്താക്ക് അളിയൻ്റെയോട് പറ്റാണിച്ചാണെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിക്കാലും ഉമ്മ പറഞ്ഞതിന് എടുത്തടിച്ചതുപോലെയുള്ള മറുപടി ഷെയ്മയുടെ ഭാഗത്തു നിന്ന് വന്നതും അവരെല്ലാവരും ഒന്ന് നെട്ടി. എന്തൊക്കെ വിവരക്കേടാ ഈ അസത്തെ പറയണത്? എത്ര എളുപ്പം പറച്ചിൽ കഴിഞ്ഞു. മുണ്ടാതക്ക്. ഇവള് പറഞ്ഞ പോലെ അനക്ക് അവനെ ഒഴിവാക്കി വേറെ കെട്ടണോ ഷാനി? ഷേമയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഉമ്മ ഷാനിയോടെ ചോദിച്ചപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ വേണ്ടെന്ന് പറഞ്ഞു. ഈ കുരുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇനി വേറൊരു വിവാഹം അതവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വസ്തു കൊടുത്തു മാറ്റി പകരം വേറെ വാങ്ങുന്നത് പോലെ എളുപ്പമല്ല കാര്യമില്ല ജീവിതം. ഇനിയിപ്പോൾ അത് ഒഴിവാക്കി വേറെ ഒന്ന് തിരഞ്ഞെടുത്താലും അവിടെ ഇതുപോലാണെങ്കിലും അവസ്ഥ. അപ്പോൾ എന്താ ചെയ്യുക? അത് വേണ്ടെന്ന് വെച്ച് വേറെ കെട്ടാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ വിവരമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ മതി. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നതേ ഞങ്ങൾക്കാ. ഞാൻ നാളെ പോയിക്കോളാം ഉമ്മ. ഉമ്മ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഷാനി അവസാന തീരുമാനം പോലെ പറഞ്ഞു നിർത്തി. ഇനിയും അവർക്കൊന്നും എതിര് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ മോളെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയിട്ടില്ല ഈ ഉമ്മ. ഇതൊക്കെ പറഞ്ഞതും തീരുമാനിച്ചതും അതുകൊണ്ടല്ല. നമ്മൾ പെണ്ണുങ്ങളെ കുറച്ചൊക്കെ സഹിക്കാൻ പഠിക്കണം. ഉമ്മയും ഇപ്പോൾ എടുത്ത തീരുമാനം എൻ്റെ മോളുടെ നല്ലതിന് വേണ്ടിയെന്ന് എനിക്ക് പിന്നീട് ബോധ്യമാവും. ഇപ്പോൾ എനിക്ക് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാലേ അവർക്ക് എന്നോടുള്ള സ്നേഹം കൂടും. ഉമ്മ അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് അത്രയും സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഷാനി മുഖത്തെ ഒരു വരുത്തി തീർത്തൊരു പുഞ്ചിരി നൽകി. അത് കണ്ടപ്പോൾ ഒരാശ്വാസത്തോടെ അവരെ 3 പേരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് അവർ നടന്നു. കൂടെ ഷാഫിയും ഷേമയും പോയപ്പോൾ ഷാനി ആ ഇരുത്തം അങ്ങനെ ഇരുന്നു. ഇന്ന് രാത്രി പുലരാതിരുന്നെങ്കിൽ എന്ന പ്രാർത്ഥനയോടെ. പിറ്റേന്ന് വൈകിട്ട് സമത വരുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവനെ സൽക്കരിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉമ്മ ധൃതിയോടെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ഷാനി ഒന്നിലും പെടാതെ രാവിലെ തൊട്ട് റൂമിൽ ഒരേ ഇരിപ്പാണ്. ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ ഇരുന്നവൾ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി തീർത്തത്. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാമെങ്കിലും ഉമ്മ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരത്തിനൊന്നും നിന്നില്ല. ഇപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടാലും കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നാലും സമ്മതി വിളിക്കാൻ വരുന്ന കാര്യം അറിയിക്കാനായി പോലും ഷാനിക്കൊന്ന് വിളിച്ചിട്ടില്ലെന്നുള്ളത് അവരിൽ ചെറിയൊരു ആശങ്ക വരുത്തി. ഇതേ സമയം പോകാനുള്ള സമയമാകും തോറും നെഞ്ചിടിപ്പേറി ഇരിക്കുകയാണ് ഷാനി. ഇനി മുന്നോട്ടുള്ള തൻ്റെ ജീവിതം എന്താവുമെന്ന് ചിന്തിക്കുമ്പോഴൊക്കെ അവളുടെ കൈകാലുകളൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് സമതിൻ്റെ കാർ മുറ്റത്ത് വന്ന് നിർത്തുമ്പോൾ അവിടെ മൂത്താപ്പന്മാരായ ഖാലിദും ജാഫറും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ സ്വാഭാവികമായി തന്നെ സമത് സംസാരിച്ചു തുടങ്ങി. ഷാഫിക്ക് അവനോട് കൂടുതലായൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒഴിഞ്ഞു മാറി നിന്നു. താത്ത, അളിയന് വന്നു. ക്ഷേമം വന്ന് പറഞ്ഞപ്പോൾ ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരുന്ന ഷാനി പെട്ടെന്ന് നെട്ടി. അവൾക്കാകെ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങി. സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞ മുഖത്തോടെ അവർക്കിടയിലേക്ക് ചെന്നാൽ അതും പ്രശ്നമാവുമെന്ന ഓർമ്മയിൽ അവൾ മുഖമൊക്കെ തുടച്ച് ബാത്റൂമിൽ കയറി മുഖമൊക്കെ കഴുകിയിറങ്ങി. ഷാനി, സമ്മതം വന്നിട്ടുണ്ട്, അങ്ങോട്ട് വാ, ഓൻ്റെ ഇപ്പം ചായ കുടിക്കാം. ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഷാനി പതിയെ റൂമിൽ നിന്ന് ഹാളിലേക്ക് നടന്നു. ഹാളിലെ സോഫയിൽ ഖാലിദിനോടും ജാഫറിനോടുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമതിനെ കണ്ടപ്പോൾ ഷാനിക്ക് അവൻ്റെ മുന്നിലേക്ക് പോവാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ പറഞ്ഞത് ചെവിയിൽ മുഴങ്ങിക്കേട്ടിരുന്നു. അവനെന്ന് പറഞ്ഞ പോലെ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. തൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തി അവർക്ക് മുന്നിൽ തോറ്റുകൊണ്ട് തന്നെ. ഷാനി തലയുയർത്തി അവനെ നോക്കിയപ്പോൾ അവനിൽ നിന്നൊരു പുഞ്ചിരി ലഭിച്ചു. എന്നാൽ ആ ചിരിയിലെ പുച്ഛം അത് ഷാനിക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അവളത് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇനി നേരം വൈകിക്കണ്ട, സമതിന് ചെന്നിട്ട് കടയിൽ പോകണമെന്ന്, ചായ കുടിച്ചിട്ട് ഇവർ ഇറങ്ങിക്കോട്ടെ. ഖാലിദ് മൂത്താപ്പ ഉമ്മയെ നോക്കി പറഞ്ഞപ്പോൾ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ മേശയിലേക്ക് എടുത്തു വെക്കാനായി പോയി.
കൂടെ ഷീമയും അവർക്ക് പിറകെ ഷാനിയും ചെന്നു. കണ്ണുകൾ നിറയാൻ നിൽക്കുന്നത് കൊണ്ട് അതിനെ തടയാനായി, ശ്രദ്ധ മാറ്റാനായി അവൾ മേശയിലേക്ക് ഓരോന്ന് കൊണ്ടുവെക്കാൻ തുടങ്ങി. ഹാജും ഷീമയും അവളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. എല്ലാം എടുത്തു വെച്ചതോടെ മൂത്താപ്പ സമ്മതിനോടൊപ്പം ഷാനിയെ നിർബന്ധിച്ച് കഴിക്കാനിരുത്തി. ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിലേക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഏത് നിമിഷവും പൊട്ടിക്കരയാൻ പാകത്തിന് വേദന മനസ്സിൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റിലേക്കും ഷെയറൊക്കെ ചെയ്യണേ.